ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോഇൻറ്റഗ്രേഷൻ ആൻഡ് എറർ കറക്ഷൻ മോഡലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഇൻറ്റഗ്രേഷൻ എന്താണെന്നാണ് പഠിച്ചത്. നമ്മൾ രണ്ട് ടൈം സീരീസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഒന്ന് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. നമ്മൾ അതിനെ യൂണിറ്റ് റൂട്ട് ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ അത് നോൺ സ്റ്റേഷനറി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓഗ്മെന്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ് നടത്തിയപ്പോൾ അടുത്ത ടൈം സീരീസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ആണ്. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. ഇത് രണ്ടും രണ്ട് നോൺ സ്റ്റേഷനറി സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സാണ്. ഇതിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ നമുക്കറിയാം, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. നമ്മൾ ഇതിനെ റിഗ്രസ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബിക്കം ഡിപ്പെൻഡന്റ് വേരിയബിൾ. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. നമ്മൾ ഇതിനെ റിഗ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ പി സിനെ പി ഡിയിൽ നമ്മൾ റിഗ്രസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ടൈം സീരീസ് ആയതുകൊണ്ട് നമ്മൾ സബ്സ്ക്രിപ്റ്റ് ടി ആണ് കൊടുക്കുന്നത്. ഈക്വൽ ടു is a function of beta 1 that is constant plus beta 2 personal disposable income at t plus the error time UT. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പി സിയും പി ഡി ഐയും നമ്മൾ നോൺ സ്റ്റേഷനറി ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. എങ്ങനെ പ്രൂവ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് എടുക്കാം, അതല്ലെങ്കിൽ ഗ്രാഫിക്കൽ അനാലിസിസ്, കോറിലോഗ്രാം, ഇങ്ങനെ 3 മാർഗങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. 3 രീതിയിൽ നമ്മൾ നോക്കിയാലും പി സിയും നോൺ സ്റ്റേഷനറിയാണ്, പി ഡി ഐയും നോൺ സ്റ്റേഷനറിയാണ്. സോ നമ്മൾ ഇതിനെ റിഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും വി എക്സ്പെക്ട് a spurious regression. Spurious regression ആണോ എന്ന് നമ്മൾ അറിയുന്നതിന് മുൻപ് we have to test whether it is co-integration. Co-integration ആണെന്ന് അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ when we regress this we get a residual. നമ്മൾ റിഗ്രഷൻ വിധേയമാക്കി കഴിഞ്ഞാൽ we will get residual. ആ റെസിഡ്യൂവലിന് നമ്മൾ യൂണിറ്റ് റൂട്ട് ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ if it is stationary then that regression is co-integration. അതായത് നമ്മൾ ഇതിന്റെ സ്റ്റോക്കാസ്റ്റിക് ഈ എറർ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്കറിയാം. UT എന്ന് പറയുന്നത് നമുക്കറിയാം PCT മൈനസ് ബീറ്റ 1 മൈനസ് ബീറ്റ 2 PDIT ആണ്. അങ്ങനെയാണ് നമുക്ക് UT കിട്ടുന്നത്. അതായത് ആക്ച്വലും പ്രെഡിക്റ്റഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് we can write it as PCT minus beta 1 minus beta 2 PDIT. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം PCT മൈനസ് ബ്രാക്കറ്റിൽ ബീറ്റ 1 പ്ലസ് ബീറ്റ 2 PDIT എന്ന് എഴുതാം. ബോത്ത് ആർ ദ സെയിം. സോ ദിസ് ഈസ് അവർ എറർ ടൈം. നമ്മൾ ഇതിനെ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് റെസിഡ്യൂവൽ ആവും. ആ റെസിഡ്യൂവലിനെയാണ് നമ്മൾ യൂണിറ്റ് റൂട്ട് ടെസ്റ്റിന് വിധേയമാക്കും. സോ ഇത് ലെറ്റ്സ് സേ നമ്മൾ ഈ എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി UT വാസ് സ്റ്റേഷനറി. ഇത് നോൺ സ്റ്റേഷനറി ആണ്, PC നോൺ സ്റ്റേഷനറി ആണ്, PDI നോൺ സ്റ്റേഷനറി ആണ്. പക്ഷേ അതിന്റെ എറർ, അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള എറർ അത് സ്റ്റേഷനറി ആണ്. സോ ദെൻ ദിസ്
First regression equation is co-integration. This is co-integration. നമ്മൾ ഇതിനെ β2നെ നമ്മൾ വിളിക്കുന്നത് co-integrating parameter എന്നാണ്. This regression is co-integration and this β2 is co-integrating parameter. ഈ co-integration regression എന്ന് പറയുന്നത് ഇതൊരു ലോങ് ടൈം റിഗ്രഷൻ ആണ്. ലോങ് ടൈം റിഗ്രഷൻ ആണ്. അതല്ലെങ്കിൽ നമുക്ക് അതിനെ ഇക്വിലിബ്രിയം ഇക്വേഷൻ വിളിക്കാം. This is a long time equation. This shows a long time or equilibrium situation. നമ്മൾ എക്കണോമിക്സിൽ എല്ലാം ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇക്വിലിബ്രിയത്തിന്റെ ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഡിസിക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. So this is, if we regress this, we will get a co-integrating parameter which shows a long run relationship. And this PCET will be a long run equilibrium personal consumption expenditure. And this is a long run, this parameter β2 will be a long run relationship between personal disposable income and the personal consumption expenditure. Long run PDIT ഉണ്ടാവുന്ന ഒരു യൂണിറ്റ് ചേഞ്ച് എത്രത്തോളം ചേഞ്ച് ആണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് ഈ ഇത്, if it is co-integration, that establishes a long run relationship or equilibrium relationship. So ഇത് ലോങ് റൺ റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിലുണ്ടാവുന്ന എറർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എറർ ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ എറർ കറക്ഷൻ മോഡലിലേക്ക് വരുന്നത്. So ഇത് ലോങ് റൺ റിലേഷൻ, if it is co-integration, then we say it is a long run relationship. Then the UT is an error time, and this UT is equilibrium error. Long run equilibrium ഉണ്ടാവുന്ന എററിനെയാണ് നമ്മൾ we then say this is equilibrium error. So this is equilibrium error. ഇതിൽ നിന്നാണ് നമ്മൾ എറർ കറക്ഷൻ മോഡലിലേക്ക് വരുന്നത്. സോ ലോങ് റണ്ണിലെ ഈ കോഇന്റഗ്രേഷൻ റിഗ്രഷനിൽ UT എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എറർ ആണ്. സോ ഇക്വിലിബ്രിയം എറർ നമുക്ക് ഒരു എറർ കറക്ഷൻ മോഡലിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആയിട്ട് മാറും. ഇനി നമുക്ക് എറർ കറക്ഷൻ മോഡൽ എന്താണെന്ന് നോക്കാം. സോ എറർ കറക്ഷൻ മോഡൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാർജൻ എന്ന് പറയുന്ന എക്കണോമെട്രിഷ്യനാണ്. എറർ കറക്ഷൻ മോഡൽ അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത് സാർജൻ എന്ന് പറയുന്ന എക്കണോമെട്രിഷ്യനാണ് എറർ കറക്ഷൻ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത് നമ്മൾ ഏഞ്ചൽ ആൻഡ് ഗ്രാഞ്ചറാണ്. രണ്ടുപേരാണ്, ഏഞ്ചലും ഗ്രാഞ്ചറുമാണ് അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഗ്രാഞ്ചർ റെപ്രസെന്റേഷൻ തിയറം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിയറം ഉണ്ട്. അത് തന്നെയാണ് എറർ കറക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്: ഇഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇസ് ഡിപെൻഡന്റ്, എക്സ് ഇസ് ഇൻഡിപെൻഡന്റ്, ഇഫ് ദേ ആർ കോ-ഇന്റഗ്രേറ്റഡ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ, ഇപ്പൊ എഴുതിയിരിക്കുന്ന പോലെ, അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ നമുക്ക് എറർ കറക്ഷൻ മോഡലായിട്ട് കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ എറർ കറക്ഷൻ മോഡലിന്റെ മറ്റൊരു പേരാണ് ഗ്രാഞ്ചർ റെപ്രസെന്റേഷൻ തിയറം. അപ്പൊ കോ-ഇന്റഗ്രേഷൻ ആൻഡ് എറർ കറക്ഷൻ മോഡലായിട്ട് നിങ്ങൾക്ക് ഗ്രാഞ്ചർ റെപ്രസെന്റേഷൻ തിയറവും പറയാം. ബിക്കോസ് y is non-stationary, x is non-stationary, but when they are regressed on one another, it becomes co-integration. Then that relationship can be expressed as error correction model. നമ്മൾ ഇത് ലോങ് റൺ ആണെന്ന് പറയുന്നത്. ദിസ് ഈസ് ലോങ് റൺ റിലേഷൻഷിപ്പ്. ഷോർട്ട് റൺ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഷോർട്ട് റൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതിന് നമ്മളിപ്പോൾ ഇത് രണ്ടും നോൺ സ്റ്റേഷനറി ആണ്. നമ്മൾ അതിനെ സ്റ്റേഷനറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു.
എങ്ങനെയാണ് നമ്മളൊരു നോൺ സ്റ്റേഷനറി സ്റ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഏറ്റവും പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് സ്റ്റേഷനറി പ്രോസസ്സാണ്. ഡിഫറൻസ് സ്റ്റേഷനറി പ്രോസസ്, DS. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിന്റെയും ഫസ്റ്റ് ഡിഫറൻസ് എടുത്തിട്ട് നമ്മൾ നോക്കും. രണ്ടും ഫസ്റ്റ് ഡിഫറൻസിൽ തന്നെ സ്റ്റേഷനറി ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയും ഇന്റഗ്രേറ്റഡ് ഓഫ് ഓർഡർ 1, ഇന്റഗ്രേറ്റഡ് ഓഫ് ഓർഡർ. ലെറ്റ് സപ്പോസ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ് മേക്സ് ഇറ്റ് സ്റ്റേഷനറി. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് സ്റ്റേഷനറി ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എടുക്കുക എന്ന് പറയുന്നത് ഡെൽറ്റ PCE. അപ്പൊ എന്താ ഇത് നോൺ സ്റ്റേഷനറി ആണെങ്കിൽ ഇതിന് നമ്മൾ സ്റ്റേഷനറി ആക്കി. ഡെൽറ്റ PDI ഫസ്റ്റ് ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും സ്റ്റേഷനറി ആയി. അപ്പോൾ ഇത് നോൺ സ്റ്റേഷനറി ആണ്. നമ്മൾ അതിന്റെ ഫസ്റ്റ് ഡിഫറൻസ് എടുത്തപ്പോൾ അത് സ്റ്റേഷനറി ആണ്. സോ ദിസ് ബിക്കം സ്റ്റേഷനറി, ദിസ് ഓൾസോ ബിക്കം സ്റ്റേഷനറി. നമ്മളൊരു ഷോർട്ട് റൺ റിഗ്രഷൻ ഫംഗ്ഷൻ എഴുതുകയാണ്. അതായത് നമ്മൾ ഇതിനെ സ്റ്റേഷനറി ആക്കിക്കൊണ്ട് തന്നെ നമ്മൾ റിഗ്രഷൻ നടത്തുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ മോഡൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. എറർ കറക്ഷൻ മോഡലാണ് ഞാനിപ്പോൾ എഴുതുന്നത്. ഇറ്റ് ഈസ് ഡെൽറ്റ PCE T is a function of നമ്മളിവിടെ ബീറ്റ ഇതുകൊണ്ട് നമ്മളിവിടെ മാറ്റി നമ്മൾ ആൽഫ 0 പ്ലസ് ആൽഫ 1 delta. We are introducing this delta PDI as independent time. നമ്മളിവിടെ വെറുതെ PDI ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഫസ്റ്റ് ഡിഫറൻസ് എടുത്തിട്ടുള്ള PDI നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഡെൽറ്റ PDI T പ്ലസ് നമ്മൾ ഈ ലോങ് റണ്ണിൽ ഒരു ഇക്വിലിബ്രിയം എറർ ഉണ്ടായിരുന്നു UT. നമ്മൾ അതിന്റെ ലാഗ്ഡ് വാല്യൂവിനെയും കൂടി നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Then it is alpha 2 UT minus 1 plus epsilon T. This is white noise error time. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡ് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് എറർ കറക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ECM, എറർ കറക്ഷൻ മോഡൽ. നമ്മൾ എന്താണ് ചെയ്തത്? ഇത് രണ്ടും PCയും PDIയും നോൺ സ്റ്റേഷനറി ആണ്. നമ്മൾ അതിനെ റിഗ്രസ് ചെയ്തപ്പോൾ നമുക്ക് അതിന്റെ റെസിഡ്യൂവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന് കോഇന്റഗ്രേഷൻ ആണെന്ന് മനസ്സിലായത്. സോ എറർ കറക്ഷൻ മോഡൽ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് രണ്ടിനെയും നമ്മൾ സ്റ്റേഷനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഡിഫറെന്റ് സ്റ്റേഷനറി പ്രോസസ്സാണ് എടുക്കുന്നതെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ഡെൽറ്റ PCE ഡെൽറ്റ PDI രണ്ടും സ്റ്റേഷനറി ആയി കഴിഞ്ഞു. Then we are regressing this delta PCE on delta PDI, and we also add one more variable into right hand side. എന്താണ് കോഇന്റഗ്രേഷനിലെ എറർ ഇക്വിലിബ്രിയം എറർ ടൈമിനെയാണ് നമ്മൾ ദിസ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം എറർ. ഇതാണ് ലോങ് കോഇന്റഗ്രേഷൻ ഇക്വേഷനിലെ UT. അതിന്റെ ലാഗ്ഡ് വാല്യൂവിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് നമുക്ക് PCE ഷോർട്ട് റണ്ണിൽ എത്രത്തോളം ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റഡ് ആണെന്ന് അറിയാനായിട്ട് നമുക്ക് ഈ വാല്യൂ ആണ് നമ്മളെ സഹായിക്കുന്നത്. The absolute value of this alpha 2 will say the rate at which equilibrium is corrected. ഏത് റേറ്റിലാണ് ഡിസ്ഇക്വിലിബ്രിയം ഈസ് കറക്റ്റഡ്, ദ ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന വാല്യൂ ആണ്. സോ ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം, ദിസ് ഈസ് ദ എറർ കറക്ഷൻ മോഡൽ. നമുക്കിത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂഷ്വലി എടുക്കുന്ന GDPയുടെ എക്സാമ്പിളിലേക്ക് ഒന്ന് പോകാം. ഞാൻ GDPയുടെ എക്സാമ്പിൾ എടുക്കുകയാണ്. സോ
നമുക്ക് ഗ്രെറ്റിൽ ഓപ്പൺ ചെയ്യാം. നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് GDPയുടെ എക്സാമ്പിൾ ആണ്. ഇതിൽ PDIയും PCEയും ഉണ്ട്. ഈ രണ്ട് ടൈം സീരീസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, പേഴ്സണൽ ഡിസ്പോസബിൾ. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് കോഇന്റഗ്രേഷൻ ഇക്വേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. കോഇന്റഗ്രേഷൻ ഇക്വേഷൻ ഇത് ചെയ്താൽ മാത്രം, അത് കോഇന്റഗ്രേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എറർ കറക്ഷൻ മോഡൽ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ദിസ് ഈസ് ദ പ്രീ കണ്ടീഷൻ. സോ വി വിൽ ഫസ്റ്റ് ഡു ദ ലോങ് റൺ ഓർ കോഇന്റഗ്രേഷൻ. സോ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മോഡൽ എടുത്തു, ഓർഡിനറി ലീസ്റ്റ് സ്ക്വയറിൽ നമ്മൾ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ആണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ വി ആർ റിഗ്രസിംഗ് PCE ഓൺ PDI വിത്ത് എ കോൺസ്റ്റന്റ് ടൈം. മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം. ട്രെൻഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു, അതല്ലെങ്കിൽ വിത്തൗട്ട് കോൺസ്റ്റന്റ് ചെയ്യാമായിരുന്നു. റാൻഡം വാക്ക് പ്രോസസ് ആണോ എന്ന് അറിയാനായിട്ട്. സോ we established the regression analysis. Let me check this. Right, ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. -171.44. ശരിയാണ്, നമ്മളുടെ കോൺസ്റ്റന്റ്. ദെൻ PDIയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0.96 ആണ്. അതായത് ഇതാണ് നമ്മുടെ β2 എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ഒരു β2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.96 ആണ്. ഇതാണ് നമ്മുടെ ലോങ് റൺ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അതായത് ലോങ് റണ്ണിൽ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകത്തിൽ ഒരു 1% ചേഞ്ച് ഉണ്ടായാൽ 0.96% ചേഞ്ച് PCEയിൽ ഉണ്ടാവും. ഇതാണ് ലോങ് റൺ റിലേഷൻഷിപ്പ്. ലോങ് റൺ റിലേഷൻഷിപ്പ് അനുസരിച്ച് ദിസ് കോഇന്റഗ്രേറ്റിംഗ് പാരാമീറ്റർ എക്സ്പ്ലെയിൻസ് ദാറ്റ് എ 100% ചേഞ്ച് ഇൻ PDI ലീഡ്സ് ടു 96% ചേഞ്ച് ഇൻ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. നമ്മൾ കോഇന്റഗ്രേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം, അതല്ലെങ്കിൽ അത് സ്പ്യൂരിയസ് ആണ്. നമുക്ക് സ്പ്യൂരിയസ് റിഗ്രഷൻ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ നോക്കുന്നത് R-സ്ക്വയറും ഡർബിൻ വാട്സണും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടാണ്. റൂൾ ഓഫ് തമ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് R-സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഡർബിൻ വാട്സൺ then we should suspect a spurious regression. ഈ കേസിലാണെങ്കിൽ നമുക്ക് R-സ്ക്വയർ എന്ന് പറയുന്നത് 0.99 ആണ്, ഡർബിൻ വാട്സൺ എന്ന് പറയുന്നത് 0.53 ആണ്. സോ R-സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഡർബിൻ വാട്സൺ, സോ വി ഷുഡ് സസ്പെക്ട് സ്പ്യൂരിയസ് റിഗ്രഷൻ ഹിയർ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ അനാലിസിസിൽ നമുക്ക് റിഗ്രഷനെ നമ്മൾ കോഇന്റഗ്രേഷൻ ആണെന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചെയ്തതാണ്. പക്ഷെ നമുക്ക് അതിന്റെ എറർ ടൈം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ എറർ ടൈമിനെ സേവ് ചെയ്യാണ്. ഈ റിഗ്രഷനിൽ ഉണ്ടായിരുന്ന എറർ ടൈമിനെ ഞാൻ സേവ് ചെയ്യാണ്. സോ ഞാൻ അനാലിസിസിൽ ഞാൻ റെസിഡ്യൂവലിനെ സേവ് ചെയ്യാണ്. ആ റെസിഡ്യൂവലിൽ U-1 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ റെസിഡ്യൂവൽ, ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം എറർ ടൈം. ഇതാണ് ഇക്വിലിബ്രിയം എറർ ടൈം. ഇനി ഞാൻ എറർ കറക്ഷൻ മോഡലിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കോഇന്റഗ്രേഷൻ ആണോ എന്ന് അറിയാനായിട്ട് ഈ U-hat മോഡലിനെ ഞാൻ യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും അത് കോഇന്റഗ്രേഷൻ ആണോ അല്ലെങ്കിൽ സ്പ്യൂരിയസ് റിഗ്രഷൻ ആണോ. അതിന് ഞാൻ എന്താ ചെയ്യുക, വേരിയബിളിൽ പോയിട്ട് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് നടത്തിയാൽ ഡിക്കി ഫുള്ളർ ടെസ്റ്റ് നടത്തിയാൽ മതി. ഇത് എറർ ആയതുകൊണ്ട് ഞാൻ വിത്തൗട്ട് കോൺസ്റ്റന്റ് ആണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ടിക്ക് ഓഫ് ചെയ്യാം. ദെൻ ഡിഫോൾട്ട് ആയിട്ടുള്ള ലാഗ് ലെങ്ത് എടുക്കുകയാണെങ്കിൽ വി വിൽ ലുക്ക് അറ്റ് ദിസ് p-value. P-value is 0.004, which is far less than 5%. 5% വളരെ താഴെയാണ്. So we reject the null hypothesis. Null hypothesis എന്താണ്? There is unit root. So നമുക്ക് so we prove that this is stationary. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ റിലേഷൻ എന്ന് പറയുന്നത് ലോങ് റൺ റിലേഷൻ ആണ്.
ഈ കാണിച്ചിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് കോ ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പ്രൂവ് ചെയ്തതാണ്. നൗ വി വിൽ ഗോ ഇൻ ടു ദ എറർ കറക്ഷൻ മോഡൽ. എറർ കറക്ഷൻ മോഡൽ നമ്മൾ എന്താ ചെയ്തത്? എറർ കറക്ഷൻ മോഡൽ കോ ഇന്റഗ്രേഷൻ എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് റൺ ലോങ് റൺ റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇതാണ് ലോങ് റൺ ഇക്വിലിബ്രിയം. ഈ ലോങ് റൺ ഇക്വിലിബ്രിയത്തിലേക്ക് എത്ര റേറ്റിലാണ് ദർ ഇസ് എ ഷോർട്ട് റൺ ഡിസിക്വിലിബ്രിയം, അത് എത്ര റേറ്റിലാണ് കറക്റ്റ് ചെയ്യപ്പെടുന്നത്? ലോങ് റൺ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡിസിക്വിലിബ്രിയം ഉണ്ടെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്കുള്ള അതിന്റെ കറക്ഷൻ, അതിന്റെ റേറ്റ് എങ്ങനെയാണ്? ആ റേറ്റ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എറർ കറക്ഷൻ മോഡൽ ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഗ്രാൻജർ റെപ്രസെന്റേഷൻ തിയറം എന്ന് പറയുന്നത്. സോ നമ്മുടെ എറർ കറക്ഷൻ മോഡലിന്റെ ഇക്വേഷൻ ഇതായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഡിഫറൻസ് പി സിയുടെ ഫസ്റ്റ് ഡിഫറൻസിനെ പി ഡിയുടെ ഫസ്റ്റ് ഡിഫറൻസിന്റെ ഒപ്പം തന്നെ റിഗ്രസീവിനോടൊപ്പം തന്നെ നമ്മൾ അതിലേക്ക് ഒരു എറർ ഇക്വിലിബ്രിയം എറർ ടൈമിന്റെ ലാഗ്ഡ് വാല്യൂ കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. Then this will tell us the rate at which the short run disequilibrium is corrected into long run equilibrium. അപ്പോൾ ഞാൻ ഈ മോഡൽ ചെയ്തു നോക്കിയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളും കൂടി എനിക്ക് വേണം. ഇവിടെ യു ഹാറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ലാഗ്ഡ് വാല്യൂ വേണം. സി പിന്നെ എന്റെ ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? എന്റെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ പി സിയുടെ ഫസ്റ്റ് ഡിഫറൻസ് ആണ്. ഞാനപ്പോൾ അതിനെ ഒരു ഫസ്റ്റ് ഡിഫറൻസ് ആഡ് ചെയ്യാണ്. ഞാൻ പി സിയുടെ ഫസ്റ്റ് ഡിഫറൻസ് ആഡ് ചെയ്തു. അതാണ് ഡി അണ്ടർസ്കോർ പി സി. പി ഡി ഐയുടെ ഫസ്റ്റ് ഡിഫറൻസ് ഞാൻ ആഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഡി അണ്ടർസ്കോർ പി ഡി ഐ. ഇനി ഞാൻ എറർ കറക്ഷൻ മോഡൽ റൺ ചെയ്യാൻ പോവുകയാണ്. സി മോഡലിൽ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൽ എൻ്റെ ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? ഇപ്പോഴത്തെ ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് പി സി ഇ ടി. സി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ ഫസ്റ്റ് ഡിഫറൻസിൽ ഇത് സ്റ്റേഷനറി ആണോ എന്നും കൂടി ചെക്ക് ചെയ്യണം. നമ്മൾ ഓൾറെഡി അത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിഫറൻസിൽ തന്നെ പി സിയും പി ഡി ഐയും സ്റ്റേഷനറി ആണ് നമ്മൾ ഓൾറെഡി നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് റൺ ചെയ്യുന്നില്ല. സോ ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് പി സി. ഞാൻ ഇതായിട്ട് ഫസ്റ്റ് ഡിഫറൻസിനെ പി സിയുടെ ഫസ്റ്റ് ഡിഫറൻസിനെ ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് എടുക്കുന്നു. ദെൻ പി ഡി ഐയുടെ ഫസ്റ്റ് ഡിഫറൻസിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് എടുക്കുന്നു. നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൂടി നമ്മൾ എറർ കറക്ഷൻ മോഡലുണ്ട്. എന്താണ് അത്? കോ ഇന്റഗ്രേഷന്റെ എറർ ടൈമിനെ ലാഗ്ഡ് ആണ്. കോ ഇന്റഗ്രേഷന്റെ എറർ ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സേവ് ചെയ്തതാണ്. യു ഹാറ്റ് 1 ആണ്. ഇതായിരുന്നു നമ്മളിപ്പോൾ ഇത് റൺ ചെയ്തിട്ട് ഇതായിരുന്നു നമ്മുടെ ലോങ് റൺ റിലേഷൻ. അതിൽ നിന്ന് കിട്ടിയതാണ് ഈ യു ഹാറ്റ് 1 എന്ന് പറയുന്നത്. അതിന്റെ ലാഗ്ഡ് വാല്യൂ കൂടി എനിക്ക് വേണം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഈ യു ഹാറ്റ് 1നെയും കൂടി ഞാൻ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ലാഗ്ഡ് വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഇതിനെ ലാഗ് ചെയ്യാണ്, 1 പീരീഡ് ലാഗ് ചെയ്യാണ്. ഏതിന്റെയാണ് എനിക്ക് വേണ്ടത്? യു ഹാറ്റ് 1ന്റെ 1 പീരീഡ് ലാഗ് ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ അതും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നോക്കാം, ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് പി സി. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട് നമുക്ക് ഈ മോഡലിൽ, ഈ എറർ കറക്ഷൻ മോഡലിൽ. ഒന്ന് പി ഡി ഐയുടെ ഫസ്റ്റ് ഡിഫറൻസും കോ ഇന്റഗ്രേഷന്റെ എററിന്റെ 1 പീരീഡ് ലാഗും. Then if we run this, we will get model 2. This model ഇവിടെ നോക്കാം, കോൺസ്റ്റന്റ് 11.69 ആണ്. പി ഡി ഐയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0.29 ആണ്. യു ഹാറ്റ് 1ന്റെ -0.08 ആണ്. നമുക്കത് കറക്റ്റ് ആണ് നോക്കാം. എറർ കറക്ഷൻ മോഡൽ ഇതിൽ റൺ ചെയ്തപ്പോൾ യെസ്, ദിസ് ഈസ് വാട്ട് വി ഗോട്ട്. ഇതാണ് നമുക്ക് 11.69. നമ്മളപ്പോൾ ഇതിനെ എഴുതുമ്പോൾ ഇത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 11.69 പ്ലസ് 0.2906 ഡെൽറ്റ പി ഡി ഐ ടി മൈനസ് 0.086 UT minus 1 hat. സോ ഇത് റെസിഡ്യൂവലായി. നമ്മളിത് റൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് റെസിഡ്യൂവലാണ്. നമ്മൾ ഇക്വിലിബ്രിയം എറർ ടൈം എന്നാണ് യുടിനെ വിളിച്ചിരുന്നതെങ്കിൽ അതിന് നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ അത് ഇറ്റ് ബിക്കംസ് എ റെസിഡ്യൂവൽ ടൈം. സി നമ്മൾ ഇനിയാണ് നമ്മൾ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ നോക്കേണ്ടത്. ഇതെന്താണ് കാണിച്ചിരിക്കുന്നത്? നമ്മൾ ആദ്യം തന്നെ ഈ മോഡൽ നോക്കുമ്പോൾ തന്നെ
ഫസ്റ്റ് ആർ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഡർബിൻ വാട്സൺ. നമ്മൾ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ആർ സ്ക്വയറിനെ ഡർബിൻ വാട്സണുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലെസ് ദാൻ, സോ ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഈസ് എ ഗുഡ് സൈൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ക്രെഡിബിൾ, നോട്ട് സ്പ്യൂരിയസ്. ഇനി നമ്മൾ നോക്കേണ്ടത് കോഎഫിഷ്യന്റ് ആണ്. നമ്മൾ നോക്കേണ്ടത് ഇത് നമ്മുടെ ലോങ് റൺ ഇക്വിലിബ്രിയം റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോങ് റൺ ഇക്വിലിബ്രിയം റിലേഷൻ എന്ന് പറയുന്നത് 0.96 ആണ് പി ഡി ഐ പി സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 0.96. അതായത് പി ഡി ഐയിൽ 100% വർധനവുണ്ടായാൽ 96% വർധനവാണ് കൺസംഷനിൽ ഉണ്ടാവേണ്ടത്. പക്ഷെ ഷോർട്ട് റണ്ണിൽ നോക്കാം 39% പി ഡി ഐയിൽ. ഇത് പക്ഷേ രണ്ടിന്റെയും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ നേരിട്ട് പി ഡി ഐയും പി സിയുമാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഡിഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. രണ്ടും കമ്പാരിസൺ അതുകൊണ്ട് നമ്മൾ ലോജിക്കലായിട്ട് വേണം ചെയ്യണം. കാരണം രണ്ട് വേരിയബിളും കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ നേരിട്ട് ആ വേരിയബിൾ തന്നെയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ, അതായത് ലെവൽ ഫോമിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ മോഡൽ നമ്മൾ ഫസ്റ്റ് ഡിഫറൻസ് ഫോമിലാണ് എടുത്തിരിക്കുന്നത്. സോ കമ്പാരിസൺ നമുക്ക് ഡയറക്റ്റ് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ പി ഡി ഐ ആണ്, അതായത് ചേഞ്ച് ഇൻ പി ഡി ഐ ആണ്. ചേഞ്ച് ഇൻ പി ഡി ഐയിൽ ഉണ്ടാകുന്ന ഒരു യൂണിറ്റ് ചേഞ്ച് 0.29 യൂണിറ്റ് ചേഞ്ച് ആണ് പി സിയിൽ ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു മോഡൽ. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് അവിടെ നടത്താൻ പറ്റില്ല എങ്കിലും റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ ഈ രണ്ട് കോഎഫിഷ്യന്റുകൾ തമ്മിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കമ്പാരിസൺ പറ്റില്ല. പക്ഷെ റേറ്റ് ഓഫ് ചേഞ്ചിലാണ് രണ്ടാമത്തെ മോഡലിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ്, ഇനി അത് എത്രത്തോളം കറക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഡിസിക്വിലിബ്രിയം ആണ് എങ്കിൽ ദർ ഇസ് നോ ഇക്വിലിബ്രിയം. അതായത് ഈ യു ഹാറ്റ് 1 - 1, അതായത് നമ്മുടെ ഇവിടുത്തെ ഇക്വിലിബ്രിയം ടേമിന്റെ ലാഗ്ഡ് വാല്യൂ, ഈ വാല്യൂ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ഞാൻ ഇവിടെ നമ്മൾ UT-1 ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ അടുത്തൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു. UT-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ UT എന്താണ് നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. PCT മൈനസ് β1 മൈനസ് β2 PDIT. അപ്പൊ UT-1 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കണ്ടിരിക്കുന്നത് റെസിഡ്യൂവലാണ്. പക്ഷേ നമ്മുടെ എറർ ടൈമിന്റെ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് റെസിഡ്യൂവൽ കിട്ടുന്നത്. ദിസ് ബിക്കംസ് PCE T-1 മൈനസ്, ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം, β1 പ്ലസ് β2 PDI T-1. സോ ആക്ച്വലും പ്രഡിക്റ്റഡും തമ്മിലുള്ള വ്യത്യാസമാണ് എറർ. ഇവിടെ നമ്മൾ എററിന്റെ ലാഗ്ഡ് വാല്യൂ എടുക്കുമ്പോൾ പി സിയുടെ ലാഗ്ഡ് വാല്യൂ മൈനസ് ആക്ച്വൽ ലാഗ്ഡ് വാല്യൂ മൈനസ് ദ പ്രഡിക്റ്റഡ് വാല്യൂ, ദാറ്റ് ഈസ് ഓൾസോ ലാഗ്ഡ്. സോ ദിസ് ഈസ് ദ UT-1. ഇവിടെ നമ്മൾ UT നമ്മൾ ഓൾറെഡി എഴുതി, അത് കറന്റ് പീരീഡ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് പീരീഡ് ലാഗ്ഡ് ആണ്. നമ്മൾ ഇതിനെയാണ് നമ്മൾ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. So this can be UT-1 can be 0. It can be positive or it can be negative. So it can be 0 or non-zero. Non-zero ആണെങ്കിൽ അതിന് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇത് പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്?
ഈ ut minus 1 പോസിറ്റീവ് ആവുന്നത് എപ്പോഴായിരിക്കും? If this is greater than this, the actual is greater than this. Let's say if it is greater than this, PC t minus 1 is greater than this beta 1 plus beta 2 PDI t minus 1. Then we say it is positive. അതേസമയം if it is less than, if PCE t minus 1 is less than the predicted value, then it is negative. Then it becomes negative. If both are equal, then it becomes 0. So ut minus 1 can be 0 or non-zero. And this, so it can be this, this can be 0 or non-zero. Okay. ഇനി ആൽഫ 2 എന്ന് പറയുന്നതിനെ നമ്മൾ ആൽഫ 2 എന്ന് പറയുന്നത് അതിന്റെ പാരാമീറ്റർ ആണ്, ഇക്വിലിബ്രിയം എറർ ടേമിന്റെ പാരാമീറ്റർ ആണ്. ആൽഫ 2 is expected to be negative. It is expected to be negative. ഇത് നെഗറ്റീവ് ആയിരിക്കുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. Okay. So if it is positive, if this value is, if ut minus 1 is positive, then alpha 2 ut minus 1 will be negative. കാരണം ആൽഫ 2 നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൽഫ 2 is expected to be negative to have a valid model. അങ്ങനെയാണെങ്കിൽ if ut minus 1 is positive, ut minus 1 is positive, എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്? Personal consumption expenditure is actual personal consumption expenditure in the lag period is greater than its predicted value. If it is positive, then alpha ut minus 1, alpha ut minus 1 is negative. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ut minus 1 എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത്? ഷോർട്ട് റണ്ണിൽ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതിന്റെ പ്രിഡിക്റ്റഡ് വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആവുമ്പോൾ, ഇക്വിലിബ്രിയം ലെവലിനേക്കാൾ ഗ്രേറ്റർ ആവുമ്പോൾ, അടുത്ത പീരീഡിൽ അത് കറക്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അത് കുറച്ചുകൊണ്ടായിരിക്കും അത് ആ എറർ കറക്ഷൻ നടക്കുന്നത്. സോ ആൽഫ, നമ്മുടെ കേസിലാണെങ്കിൽ ആൽഫ 2 ut minus 1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയി മാറും. എറർ കറക്ഷൻ നടക്കുന്ന രീതി അങ്ങനെയാണ്. ഇനി നേരെ തിരിച്ച് ആൽഫ 2 is expected to be negative. ഇപ്പൊ നമ്മൾ റിഗ്രസ് ചെയ്ത മോഡൽ നോക്കാം. നമ്മൾ റിഗ്രസ് ചെയ്തപ്പോൾ ഇതാണ് നമ്മുടെ ആൽഫ 2 എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ആണ്. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി നെഗറ്റീവ്. സോ ഹിയർ ദ മോഡൽ is valid because it is, we expected it to be negative and it is negative. So it is valid. So we will have to check whether our ut minus 1 is positive or negative. പോസിറ്റീവ് നെഗറ്റീവ് ആവാം. നമ്മൾ ut minus 1 നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇൻ സം പീരീഡ്, ut minus 1 നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ in some periods it is positive and in some periods it is negative. So പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി വരികയാണ്. അപ്പോൾ ഒരു പീരീഡിൽ നെഗറ്റീവും പോസിറ്റീവ് ആവുന്നതനുസരിച്ച് എറർ കറക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? നമ്മൾ it is expected to be negative. So ut minus 1, if ut minus 1 is negative, then alpha 2 ut minus 1 എന്തായി മാറും? Negative multiplied by negative, it becomes positive. And alpha 2 is expected to be negative and this is also negative. ഇത് എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? PCE in period t minus 1 is less than its predicted value. So there is, ഈ രണ്ട് കേസിലും അവിടെ ഡിസിക്വിലിബ്രിയം ഉണ്ട്. കാരണം if it is 0, then there is no disequilibrium.
ലോങ് റൺ ഇക്വിലിബ്രിയവും ഷോർട്ട് റൺ ഇക്വിലിബ്രിയവും കറക്റ്റ് ആണ്, ഈക്വൽ ആണ്. ബട്ട് ഇഫ് ut minus 1 is non-zero, then there is disequilibrium, and that disequilibrium is corrected looking at whether this equilibrium term is positive or negative. If it is positive, then the error correction will be negative. If it is negative, the error correction will be positive. നമുക്ക് ഈ നമ്മുടെ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ എക്സാമ്പിളിൽ this negative 0.86 is not statistically significant. കാരണം അത് 0.5% ഇവിടെ p വാല്യൂ എന്ന് പറയുന്നത് 11% ആണ്, 5%നേക്കാൾ വളരെ മുകളിലാണ്. So we can take it as 0. This coefficient is expected to be we can consider it as 0. It is not statistically significant, which means that the error correction is done within the same period. Error correction same periodil തന്നെ നടക്കും. അതല്ല, അത് വാലിഡ് ആണെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുക. ആ അബ്സല്യൂട്ട് വാല്യൂ നമ്മുടെ എക്സാമ്പിളിൽ ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 0.8 ആണ്. നെഗറ്റീവ് ആണ്, പക്ഷെ നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 0.8 ആണ്. ആ അബ്സല്യൂട്ട് വാല്യൂവിന്റെ റേറ്റ് അനുസരിച്ചാണ് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓരോ പീരീഡിലും എറർ കറക്ഷൻ നടക്കുന്ന റേറ്റ്, ഷോർട്ട് റണ്ണിൽ നിന്ന് ലോങ് റൺ ഇക്വിലിബ്രിയത്തിലേക്ക് പോകുന്ന റേറ്റ് എന്ന് പറയുന്നത് 8%-ലാണെന്ന് പറയാം ഓരോ പീരീഡിലും. ഇപ്പൊ ക്വാർട്ടർ വൈസ് ആണ് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുന്നതെങ്കിൽ ഓരോ ക്വാർട്ടറിലും എറർ കറക്ഷൻ, ലോങ് റൺ ഇക്വിലിബ്രിയത്തിലേക്കുള്ള ഷോർട്ട് റൺ ഡിസിക്വിലിബ്രിയത്തിന്റെ കറക്ഷൻ നടക്കുന്നത് at the rate 8%. 8% റേറ്റിലാണ് ആ കറക്ഷൻ നടക്കുന്നത്. പക്ഷെ നമ്മുടെ എക്സാമ്പിളിൽ നമ്മളിപ്പോൾ കണ്ടു ദിസ് ഈസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്, വിച്ച് മീൻസ് ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 0. സോ ദ എറർ കറക്ഷൻ ഈസ് ഡൺ അറ്റ് ദ സെയിം പീരീഡ്. എറർ കറക്ഷൻ ആ പീരീഡിൽ തന്നെ നടക്കുകയാണ്, പൂർണ്ണമായിട്ട് എറർ കറക്ഷൻ നടക്കുകയാണ്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. ലെറ്റ്സ് സപ്പോസ് ഇറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 8% അബ്സല്യൂട്ട് ടൈം നോക്കുകയാണെങ്കിൽ 8% റേറ്റിലാണ് ആ എറർ കറക്ഷൻ നടക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ എറർ കറക്ഷൻ മോഡൽ. അതായത് ഷോർട്ട് റൺ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ അതിന്റെ തന്നെ ലോങ് റൺ വാല്യൂയുമായി നമുക്ക് ടൈ ചെയ്യാൻ പറ്റും. കോ ഇന്റഗ്രേഷൻ ആണെങ്കിൽ, ലോങ് റൺ റിലേഷൻ കോ ഇന്റഗ്രേഷൻ ആണെങ്കിൽ ഈ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ, അതിന്റെ ബിഹേവിയറിനെ, ഷോർട്ട് റൺ ബിഹേവിയറിനെ നമുക്ക് ലോങ് റൺ ബിഹേവിയറുമായി ടൈ ചെയ്യാൻ, അതായത് ബന്ധപ്പെടുത്താൻ നമുക്ക് പറ്റും. ആ ബന്ധപ്പെടുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമാണ് ദിസ് എറർ കറക്ഷൻ ടൈം. അപ്പോൾ α2 ut-1 വാല്യൂ ആണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത പീരീഡിൽ നടക്കുന്ന കറക്ഷൻ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടായിരിക്കും കറക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് നെഗറ്റീവ് ആണെങ്കിൽ അത് അടുത്ത തവണ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടുന്നത് കുറച്ചുകൊണ്ടായിരിക്കും കറക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡിസിക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ക്യാൻ ബി above disequilibrium or below disequilibrium, above equilibrium or below equilibrium, disequilibrium. So this correction is done through looking at the α2 ut-1. This is the error correction model given by Angel and Brancher. So we will conclude here.